1201 മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയ നക്ഷത്രവും ഉരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. ഇപ്പം കുറേ വർഷങ്ങൾ കൊണ്ട് വളരെ മോശാവസ്ഥയിൽ കിടക്കുന്ന ഭൂമി വ്യാപാരം, അതായത് റിയൽ എസ്റ്റേറ്റ്, ക്രമേണ അത് ഉണർവ് വരാനായിട്ട് പോവുകയാണ്. അത് ക്രമേണ ഉണർന്ന് നല്ല രീതിയിൽ വരും. അതുപോലെ തന്നെ ബാങ്കർ ബിസിനസ്സുകൾ, പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സും നല്ല രീതിയിൽ മെച്ചം പ്രാപിക്കാണ്ടൊരു സന്ദർഭം കാണുന്നുണ്ട്. ഔഷധ നിർമ്മാണ കമ്പനികൾക്കും അത് മരുന്ന് വിതരണം ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. ഇരുമ്പ്, ഉരുക്ക്, സിമൻറ്റ് മുതലായ വ്യവസായങ്ങൾ വ്യാപാരം നടത്തുന്നവർക്കും നല്ലൊരു സമയമാണ്. അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഉണരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതിന് അനുബന്ധമായ മറ്റുള്ള വ്യാപാരങ്ങളും ഉണരാൻ പോകുന്നത്. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളാക്കി നിർമ്മിക്കുന്നവർക്കും അത് വ്യാപാരം ചെയ്യുന്നവർക്കും വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ഇത് 12 രാശികളിലും എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ഈ മേൽപ്പറഞ്ഞ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ തുടർന്നും ഈ തൊഴിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ പുതിയതായിട്ട് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക്, പുതിയ സംരംഭകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ നിലവിൽ എന്തെങ്കിലും ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള ബ്രാഞ്ചുകൾ തുറക്കണമെങ്കിലും അവർക്ക് നല്ല അനുകൂലമായ ഒരു സമയമാണ്. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ആ ജാതകത്തിൽ താഴെ പറയുന്ന യോഗങ്ങൾ, അതായത് ഗ്രഹയോഗങ്ങളോ അല്ലെങ്കിൽ ഗ്രഹ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഭാവാധിപ സ്ഥാനങ്ങളോ ഒക്കെ അനുകൂലമായി നിന്നാൽ അവർക്ക് ഇലക്ഷനിൽ നിന്ന് ജയിക്കാനും മന്ത്രി പദവികൾ അലങ്കരിക്കാനും സാധിക്കും. അതായത് ആദിയോഗം, നീചഭംഗ രാജയോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണ സാരഥ്യ യോഗം എന്നിവ ഉണ്ടെങ്കിൽ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ചുമതലകൾ ഏൽക്കാൻ സാധിക്കും. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്നാലും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. ഗുരു ധനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ രാഹു 9ാം ഭാവത്തിൽ നിന്നാലോ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. സൂര്യൻ 3, 11 എന്നീ രാശികളിലോ ചന്ദ്രൻ 11, രാഹു 9 എന്നീ ഭാവങ്ങളിലോ ഗുണമുള്ള രാശികളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 1ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 10ാം ഭാവത്തിലോ 11ാം ഭാവാധിപൻ 5ാം ഭാവത്തിലോ ഗുണമുള്ള രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിച്ച് മന്ത്രിയാകാൻ സാധിക്കും. അതുപോലെ പഞ്ചപുരുഷ മഹായോഗം ഉണ്ടായാൽ സംസ്ഥാനത്തിൻ്റെ പദവി, മുഖ്യമന്ത്രി പദവിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിലയുള്ള പദവികളോ അതുപോലെ കേന്ദ്രമന്ത്രി സ്ഥാനമോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഇന്ന വിദ്യ നേടണമെന്നും നേടിക്കഴിഞ്ഞിട്ട് ഇന്ന തൊഴിൽ ചെയ്യണമെന്നും കൈത്തൊഴിൽ ചെയ്യണമെന്നെല്ലാം വിശദമായി ജാതകത്തിൽ പറയുന്നുണ്ട്. അത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ 10ാം ക്ലാസ് ഇപ്പം പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഈ കുട്ടിയുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ എന്ത് വിദ്യ നേടണമെന്നും ഏത് തരത്തിൽ, ഇപ്പം ആർട്സ് ഗ്രൂപ്പാണോ, സയൻസ് ഗ്രൂപ്പാണോ, എൻജിനീയറിംഗ് ഗ്രൂപ്പാണോ, അതോ മെഡിക്കൽ, ഇതെല്ലാം വിശദമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ കുട്ടിയെ ആ ബ്രാഞ്ചിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടുന്നതിനും പഠിക്കുന്നതിനൊക്കെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ കുട്ടിയുടെ ഒരു ആഗ്രഹം കൂടി കണക്കിലെടുക്കണം. അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അവൻ്റെ ആഗ്രഹം ഏതാണോ അത് കണക്കിലെടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ന കോഴ്സേ എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നിർബന്ധിക്കരുത്. അതവരെ ഭാവിക്ക് ദോഷങ്ങൾ ചെയ്യും. ഇനി മീനമാസത്തിൽ ആകെ ഒരു സുഖം ലഭിക്കുന്ന ഒരു മാസമാണ്. ശാരീരികമായും മാനസികമായും കുംഭക്കൂറുകാർക്ക് ഒരു സുഖങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ശമിക്കുന്ന ഒരു മാസമാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയാം. അതുപോലെ നാൽക്കാലി വളർത്തി അതിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്നു. അതുപോലെ പാൽ വ്യവസായികൾക്കും, അതായത് പാൽ വ്യാപാരം ചെയ്യുന്ന ക്ഷീര കർഷകർക്കൊക്കെ വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സന്താന ഭാഗ്യവും ദമ്പതിമാർക്ക് ലഭിക്കുന്നു.
വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്താൻ സാധിക്കുന്നു. അതുപോലെ റെഡിമെയ്ഡായിട്ട് അപ്പാർട്ട്മെൻറ്റുകളോ വീടുകളോ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർമ്മിക്കുവാനും സാധിക്കും. ഇത് ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായിരുന്നാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധനനഷ്ടം ഒഴിവാക്കാം. അശ്രദ്ധ കാട്ടിയാൽ ധാരാളമായി ധനനഷ്ടം ഉണ്ടാകാവുന്നതാണ്. ചില സമയം അതായത് ശക്തിക്കുറവ്, ശരീരത്തിനൊരു ബലക്കുറവ് വരുന്നതായിട്ട് തോന്നും. അത് ധാതുക്ഷയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. മിനറൽസിൻ്റെയൊക്കെ കുറവ് വരാം. അതുപോലെ വൈറ്റമിനുകളുടെ കുറവ് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ബന്ധുനാശം കാണുന്നു, ബന്ധുക്കളുടെ ഒരു വിയോഗം കാണുന്നു. അതുപോലെ യാത്രാക്ലേശം ഉണ്ടാകാം. വളരെ ദൂരത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം വരാം. അതുപോലെ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെങ്കിൽ അതിൽ പരാജയം സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം. ദാമ്പത്തിക പ്രശ്നം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം അവിട്ട നക്ഷത്രക്കാർക്കാണ്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും, അതായത് ഇവരെ വളരെയധികം സഹായിക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരാൾ മരിക്കുന്നതിനോ അല്ലെങ്കിൽ അതുപോലെ കോമ സ്റ്റേജിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വേർപെട്ട് വളരെ ദൂരെ താമസിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു ഭയം വരാം. ഇങ്ങനൊരു സംരക്ഷകൻ ഇല്ലാതെ വന്നതോടുകൂടി ഒരു ഭയം ഇവർക്ക് വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് ഒരു കുടുംബസമേതം മാറി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം, വളരെ നിലവാരമുള്ള വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിന് അവർക്കൊരു ഭാഗ്യം ജാതകത്തിലുണ്ട്. അതുമൂലം നല്ലൊരു തൊഴിൽ ലഭിക്കാം. സാമ്പത്തിക മെച്ചം ഉണ്ടാകാം. അന്തസ്സുള്ളൊരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കും. ഇഷ്ടമുള്ള ഒരു ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സാധിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകാം. അതിനുപരി നല്ല മിത്രങ്ങളെയും ഇവർക്ക് ലഭിക്കുന്നതാണ്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ നിങ്ങളെ കുറിച്ച്, നിങ്ങളായിട്ടുള്ള അസൂയുള്ള ആൾക്കാർ, നിങ്ങളോട് അസൂയുള്ള ആൾക്കാർ പലതും പറഞ്ഞു വരുത്തുകയും അത് നിങ്ങൾ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ചില പരാതികളും കേസുകളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും അവസാനം നിങ്ങൾ അതിലൊന്നും പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി, നിരപരാധി എന്ന് മനസ്സിലാക്കി നിങ്ങളെ വെറുതെ വിടാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിലെ എല്ലാ കുറച്ച് മനപ്രയാസങ്ങളും കുറച്ച് ആപത്തുകളും എല്ലാം ഉണ്ടായല്ലോ, അതിനെല്ലാം അവർക്ക് പ്രത്യുപകാരമായി അവർക്ക് മനസ്സമാധാനവും ശാരീരിക സൗഖ്യവും വളരെയധികം സന്തോഷവും ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ബുദ്ധിയുടെ ഗതി നേരെയാകാം. കാരണം ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനാശേഷി അവർക്ക് കിട്ടുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം അവർക്ക് ഭേദമാകുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് അവർക്ക് കാണുന്നത് ഒരു ധനത്തിൻ്റെ കാര്യമാണ്. അതായത് ധനം നഷ്ടപ്പെടാനും കയ്യിൽ വരാനുമുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ചിലർക്ക് ഈ കുംഭക്കൂറിലുള്ള ചിലർക്ക് ഈ മീനമാസത്തിൽ അവർക്ക് ചില നക്ഷത്രക്കാർക്ക് അവർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതായത് പണം കയ്യിൽ വരാനും ചിലർക്ക് പണം കയ്യിൽ നിന്ന് പോകാനും സാധ്യതയുണ്ട്. എന്നാൽ നല്ല നിലവാരമുള്ള, അതായത് വിശ്വാസമുള്ള നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിച്ചിരിക്കുകയാണെങ്കിൽ അത് ഷെയർ മാർക്കറ്റ് ആയിരുന്നാലും ശരി, അല്ലാത്ത നിക്ഷേപങ്ങളായിരുന്നാലും ശരി, അത് നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. അതല്ല കുറച്ച് മോശമുള്ള ഒരു ധനകാര്യ സ്ഥാപനങ്ങളിലാണ് നിക്ഷേപിക്കണമെങ്കിൽ ആ പൈസ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. അടുത്ത ചതയ നക്ഷത്രക്കാരുടെയാണ്. 12 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രായത്തിനനുസരിച്ചുള്ള പക്വത ഇല്ലാതെ വന്നേക്കാം. അതുപോലെ തന്നെ ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ വരാം. ചിലർക്കാണ്, ചില ചതയ നക്ഷത്രക്കാർക്കാണ്, ചിലർക്കത് പ്രശ്നമില്ല. അതുപോലെ ചില ചതയ നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങാനും അവർ തമ്മിൽ അകന്ന് ജീവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി കുറഞ്ഞെന്ന് വരാം. കുടുംബത്തിൽ ധനവും ധാന്യങ്ങളും എല്ലാം അവർക്ക് ഉണ്ടാകുന്നു. അത് ഉപയോഗിക്കാനുള്ള അതിന് പ്രാപ്തിയില്ലാത്ത ഒരു കാരണവരോ അല്ലെങ്കിൽ ഗൃഹനാഥനോ ഉണ്ടായിരിക്കാം. അതുമൂലം സാമ്പത്തിക പരാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം യഥാവിധി ഈ കാർഷിക മേഖലകളൊക്കെ കൈകാര്യം ചെയ്യാനും സമ്പത്തൊക്കെ സൂക്ഷിക്കാനും അറിയാത്തൊരു പിടിപ്പുകേട് മൂലം കുറേ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
അതുപോലെ സുരക്ഷക്കുറവും ഉണ്ടാകാം ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പല ആപത്തുകളിൽ ചെന്ന് ചാടാമെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ പല ചൂഷണങ്ങളിലും അകപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിനും ഇവർക്ക് സാധ്യതയുണ്ട്. അതിൽ ധനത്തിന് പലപ്പോഴും കുറവുണ്ടാവുമെങ്കിൽ തന്നെയും ഭാഗ്യം കൊണ്ട് ആവശ്യത്തിനുള്ള ധനം ലഭിച്ചുകൊണ്ടിരിക്കും. 16-ാം വയസ്സിൽ ഒരു ചതിയിലകപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നതിനാൽ പോലീസ് പരാതികളോ കോടതി കേസുകളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അന്യ പുരുഷന്മാരുമായി സ്ത്രീകളും അന്യ സ്ത്രീകളുമായി പുരുഷന്മാരും കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മാനഹാനി, അപമാനം എന്നിവ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സമയം വാദം സംബന്ധിച്ചുള്ള ചെറിയ അസുഖങ്ങളും വരാം. ഒരു അവയവത്തിന് സർജറിയും വേണ്ടി വരാം. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും സമ്പത്തുണ്ടാകാം. ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റിയാൽ തന്നെയും അത് നേരെ പോകുന്നു. ഒന്നിനും ഒരു കുറവില്ലാണ്ടതെല്ലാം നികത്തി നേരെ പോകുന്നു. അതുപോലെ 50 വയസ്സ് വരെ ഈ ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ഇതിൽ കുറച്ച് സമയം മോശങ്ങളാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധി വരാൻ ഒരു താമസം ഉണ്ടാകാം. അതിനുശേഷം സാമ്പത്തിക അഭിവൃദ്ധി ക്രമേണ മെച്ചപ്പെട്ട് നല്ല നിലയിൽ എത്തിച്ചേരാൻ ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ചില സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഒരു സർജറി അവർക്ക് വേണ്ടി വരാം. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളവർക്ക് ഒരു മക്കളും പേരക്കുട്ടികളും ഒക്കെയായിട്ട് സന്തോഷമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ചെറിയ രോഗങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്ക് അതിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിക്കും. അതുപോലെ വസ്തുവകകൾ സംബന്ധിച്ച് തർക്കം, അതായത് കോടതി കേസുകളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ധനാട്ടിനാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വസ്തുവകകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കാൻ വേണ്ടി ഈ സമയത്ത് പലരും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ക്രയവിക്രയങ്ങൾ വസ്തു സംബന്ധിച്ചോ പണം സംബന്ധിച്ചോ നടത്തുന്നവ വളരെയധികം സുരക്ഷിതമായിട്ട് വേണം ചെയ്യാനായിട്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മുൻകാലങ്ങളിലെ ഒരു ഭയത്തിനും കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കൊക്കെ പരിഹാരമായി അവർക്ക് നല്ലൊരു സമയമാണ്. ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം മാറിക്കിട്ടുന്നു. ഒരു ചെറിയ സർജറി വേണ്ടി വരും എന്നൊഴിച്ചാൽ അതും വളരെ ചുരുക്കമാണ് ചെറിയൊരു സർജറി പറയുന്നത്. എന്നാലും അവർക്ക് വളരെ നല്ല രീതിയിൽ വസ്തുക്കളും വീടും അതുപോലെ തന്നെ ധനവും അവർക്ക് വാഹനവും എല്ലാം അവർക്ക് ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പദവിയും ലഭിക്കുന്ന ഒരു സമയമാണ് അവർക്ക്. അടുത്ത പൂരുട്ടാതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്ത് നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് കുടുംബസ്വത്ത് ഭാഗം വെച്ച് അതിലൊരു വിഹിതം പണമായിട്ടോ വസ്തുവായിട്ടോ അല്ലെങ്കിൽ വീടായിട്ടോ ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാം. ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഒരു കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയും വരാം. അതുപോലെ ഈ കുട്ടിയുടെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അത് പോലീസ് പരാതി, കോടതി നടപടിയൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഈ സമയം രക്ഷകർത്താക്കൾ കുട്ടികൾ ആരോട് കൂട്ടുകെട്ടുന്നു, എന്ത് ചെയ്യുന്നു എന്നത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് പിന്നീട് അതെല്ലാം നേരെയാകുന്നു. അവസാനത്തെ 4 വർഷങ്ങൾ വളരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റിയ ഒരു സമയമാണ്. നല്ലൊരു വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുവാനും അവർക്ക് സാധ്യതയുണ്ട്. ഈ കിട്ടിയ ജോലി ഈ സമയത്ത് വേണ്ട എന്ന് വയ്ക്കരുത്. വേറൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോലി ഉപേക്ഷിക്കാവുന്നതാണ്. അല്ലാണ്ട് ജോലി ഉപേക്ഷിച്ചിട്ടൊരു തൊഴിൽ തേടുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കില്ല. ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ പോകുന്നു. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന അവർക്കൊരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുവാൻ സാധിക്കും. അതുപോലെ വാഹനം, വീട് മുതലായവ സ്വന്തമാക്കുവാൻ സാധിക്കും. ധനസമൃദ്ധിയും മനസ്സമാധാനവും ആരോഗ്യസൗഖ്യവും അവർക്ക് ലഭിക്കും. ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അലർജി പോലുള്ള ചെറിയ അസുഖങ്ങൾ അതെല്ലാം മാറിക്കിട്ടും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ദുഃഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ധനനാശം, ദാരിദ്ര്യം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതാണ് അശ്രദ്ധ കാണിക്കരുതെന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപ്പാടെ അങ്ങ് വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു നോട്ടം എവിടെയും വേണം. അല്ലെങ്കിൽ നിങ്ങൾ കനത്ത ഒരു ധനനഷ്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു വ്യവസായിയോ
ഒരു സംരംഭകരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതിമാർ ആരെങ്കിലും വിദേശ ജോലിക്കായിട്ട് വിദേശത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ മക്കളോടൊപ്പം താമസിക്കാൻ പോകുന്നതിനാലും ചെറിയ രീതിയിൽ ഒരു വേർപാടുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു. വിദേശവാസവും കാണുന്നു. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറിക്കിട്ടി അവർക്ക് പുതിയ വീട്, വാഹനം, വസ്തുവകകളെല്ലാം അവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. ആദരവും അവാർഡുകളും ഇതിന് ചില പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി മാറുന്നു. എല്ലാവരുടെയും ബഹുമാനങ്ങൾ ലഭിക്കുന്നു. ഉദരരോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നത് മൂലം എന്നേക്കുമായി ആ ഉദരവ്യാധി അവർക്ക് മാറിക്കിട്ടുന്നു. ആരുടെയും ചതിവിൽപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ചില ദുരിതങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വീഴ്ച വരാതെ നോക്കണം. വീണ് കഴിഞ്ഞാൽ എല്ല് ഒക്കെ ഒടിയുന്നതിനും ഒക്കെ മാംസം ചതയുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നും കാണുന്നില്ല. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മീനമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.